രണ്ടാമത്തെ സന്ധികാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ സന്ധികാരത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സന്ധി ചേരുന്ന വർണ്ണങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനത്തെക്കുറിച്ചാണ് മൂന്നാമത്തെ സന്ധികാരം വരുന്നത്. അതായത് സന്ധി ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണവികാരങ്ങൾക്കെല്ലാം അടിസ്ഥാനം ഉച്ചാരണ സൗകര്യമാണ്. ഈ സന്ധിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രണ്ട് പദങ്ങൾ സന്ധി ചേരുന്ന സമയത്ത് അവിടെ വർണ്ണങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സന്ധിയെ വിഭജിക്കുന്നത്. ഈ സന്ധിയെ 4ആയിട്ടാണ് വിഭജിക്കുന്നത്. ഒന്നാമത്തേത് ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി എന്നിങ്ങനെ 4ആയിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തേതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. നമുക്ക് ലോപസന്ധി എന്താണെന്ന് നോക്കാം. സന്ധി ചേരുന്ന രണ്ട് വർണ്ണങ്ങളിൽ ഒന്ന് ഇല്ലാതെയാകുന്നതാണ് ലോപസന്ധി. അതായത് രണ്ട് പദങ്ങൾ തമ്മിൽ സന്ധി ചേരുന്ന സമയത്ത് അതിൽ രണ്ട് വർണ്ണങ്ങൾ ഉണ്ടാവും. സന്ധി ചേരുമ്പോൾ ഒരു പദത്തിലെ ലാസ്റ്റ് വർണ്ണവും മറ്റൊരു പദത്തിലെ ആദ്യ വർണ്ണവും തമ്മിൽ സന്ധി ചേരുന്ന സമയത്ത് അവിടെ ഒരു വർണ്ണം ഇല്ലാതാകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോപസന്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ സന്ധിയിൽ സംഭവിക്കുന്ന വർണ്ണവികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിയമങ്ങളൊക്കെ AR നിർദ്ദേശിക്കുന്നുണ്ട്. അവ നമുക്ക് ഒന്ന് നോക്കാം. അതിലൊന്നാമത്തെ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. സന്ധി ചേരുന്ന വർണ്ണങ്ങളിൽ ആദ്യത്തേത് സംവൃതോകാരവും രണ്ടാമത്തേത് ഒരു സ്വരവുമാണെങ്കിൽ സംവൃതോകാരം ലോപിക്കും. അതായത് ആദ്യത്തെ വാക്കിൽ സംവൃതോകാരം എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല ആണെങ്കിൽ, രണ്ടാമത്തേത് ഒരു സ്വരവുമാണെങ്കിൽ അവ രണ്ടും എന്ത് ചെയ്യും? സംവൃതാകാരം എന്ത് ചെയ്യും? ആ സ്വരത്തിലേക്ക് ലോപിച്ച് അവിടെ ആ സംവൃതോകാരത്തെ മാറ്റി അവിടെ സ്വരമായി മാറും എന്നാണ് പറയുന്നത്. ഒന്ന് നമുക്ക് ഉദാഹരണം വെച്ച് നോക്കാം. കാറ്റ് പ്ലസ് അടിച്ചു. കാറ്റ് എന്നവിടെ എന്താണ്? സംവൃതോകാരമാണ് വന്നിട്ടുള്ളത്. അത് അവിടെയുള്ള സ്വരത്തെ അടിച്ചു എന്ന ആ എന്ന സ്വരത്തോടു കൂടി ചേർന്നപ്പോൾ കാറ്റടിച്ചു. അവിടെ നമുക്ക് സംവൃതോകാരത്തെ കാണാൻ കഴിയില്ല. അങ്ങനെ ലോപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലോപസന്ധി എന്ന് പറയുന്നത്. അടുത്തൊരു ഉദാഹരണം നോക്കാം. തണുപ്പ് പ്ലസ് ഉണ്ട്. തണുപ്പ് എന്നവിടെ സംവൃതോകാരം വന്നു. എന്ന സ്വരവും അവിടെ വന്നതുകൊണ്ട് തണുപ്പുണ്ട്. അവിടെ എന്ത് ചെയ്തു? എന്ന സംവൃതോകാരം എന്ന സ്വരത്തോടു കൂടി ലോപിച്ചു. സ്വരത്തിലേക്ക് ലോപിച്ചപ്പോൾ അവിടെ എന്ത് വന്നു? തണുപ്പുണ്ട് എന്ന് വന്നു. ഇപ്രകാരമാണ് ഈ നിയമത്തിൽ പറയുന്നത്. സന്ധികാര്യത്തിൽ സംവൃതോകാരത്തെ ഒരു സ്വരമായി പരിഗണിക്കേണ്ടതില്ലെന്ന് കേരളപാണിനി പറയുന്നു. സന്ധികാര്യങ്ങളിൽ എന്താണ്? ഒരു സ്വരമായിട്ട് സംവൃതോകാരത്തെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് AR പറയുന്നത്. അദ്ദേഹം പറയുന്ന കാരികം ഒന്ന് നമുക്ക് നോക്കാം. സ്വരത്തിനു മുൻപ് ലോപിക്കും സംവൃതം വൃദ്ധമാകയാൽ അതിനെ സ്വരമായിട്ടേ വകവെക്കേണ്ട സന്ധിയിൽ എന്നാണ് പറയുന്നത്. സ്വരത്തിന് മുൻപ് സംവൃതോകാരമാണെങ്കിൽ അതിനെ സ്വരമായിട്ട് വകവെക്കേണ്ട എന്നാണ് സന്ധിയിൽ എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം മുൻപ് അക്ഷരമാലയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ സംവൃതോകാരത്തെ ഒരു സ്വതന്ത്ര സ്വരമായിട്ട് പരിഗണിക്കണമെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. അതും അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിയമം അത്ര പന്തിയല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നിയമത്തെക്കുറിച്ച് നമുക്ക് പറയാം. അല്ല, ഇല്ല എന്നീ പദങ്ങളിലെ അകാരവും ആയി, പോയി എന്നിവയിലെ ഇകാരവും സ്വരത്തോട് സന്ധി ചേരുമ്പോൾ ലോപിക്കും. അതായത് അല്ല, ഇല്ല എന്നീ പദങ്ങളിലെ അകാരം, ആയി, പോയി എന്നിവയിലെ ഇകാരവും സ്വരത്തോട് സന്ധി ചേരുമ്പോൾ ലോപിക്കും എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ല പ്ലസ് എന്ന്, അല്ലെന്ന്. അതായത് അല്ല, ഇല്ല എന്നീ പദങ്ങളിലെ ഇകാരവും അതായത് അല്ലെന്ന്, ഇല്ലെന്ന്, ആയെന്ന്, പോയെന്ന് നമ്മൾ പറയല്ലോ. അത് അല്ല പ്ലസ് എന്ന് അല്ലെന്ന്, ഇല്ല പ്ലസ് എന്ന് ഇല്ലെന്ന്, ആയി പ്ലസ് എന്ന് ആയെന്ന്, പോയി പ്ലസ് എന്ന് പോയെന്ന് അങ്ങനെ പറയില്ലേ നമ്മൾ. അതിനെയാണ് ഈ രണ്ടാമത്തെ നിയമത്തിൽ പറയുന്നത്. ഇപ്രകാരം തന്നെയാണ്. അതായത് അല്ല, ഇല്ല എന്നീ പദങ്ങളിലെ അകാരവും ആയി, പോയി എന്നിവയിലെ ഇകാരവും
സ്വരത്തോട് എന്ത് ചേരും, ലോപിക്കും എന്നാണ് പറയുന്നത്. ഒന്നും കൂടി നമുക്ക് ഉദാഹരണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല അല്ല ല എന്ന അകാരം എന്ത് ചെയ്തു, അടുത്ത അപ്പുറത്തുള്ള പ്ലസ് എന്ന് എന്ന എ എന്ന സ്വരത്തിലേക്ക് ലോപിച്ചു, അല്ലെന്ന്. അപ്പം അവിടെ ലോപിക്കും, അകാരം അവിടെ ലോപിച്ചു. ആയി പോയി എന്നതിലെ ഇകാരം ആയി, അതിലെ ഈ എന്നുള്ളത് എ എന്നതിലേക്ക് ലോപിച്ചു, ആയെന്ന്, പോയെന്ന് എന്നിങ്ങനെ സംഭവിക്കുന്നതിനെയാണെന്ത് രണ്ടാമത്തെ നിയമം കൽപ്പിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ലോപസന്ധിയിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആഗമസന്ധിയെക്കുറിച്ച് വിവരിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.